പുനർവിവാഹം. രചന മായ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. ഷാജിയും സന്ധ്യയും ഒരുമിച്ച് പോയാണ് ഹൗസ് വാമിങ്ങിനുള്ള ഗിഫ്റ്റ് വാങ്ങാൻ പോയത്. 8 പേർക്ക് ഇരിക്കാൻ കഴിയുന്ന വുഡിൽ ഗ്ലാസ് ചേർന്നുണ്ടാക്കിയ നല്ലൊരു ടേബിൾ. അന്ന് വീട് പൊളിഞ്ഞപ്പോൾ രാധികയുടെ ഒത്തിരി ഫർണിച്ചറുകളും തകർന്നു നശിച്ചും പോയിരുന്നു. ആ കൂട്ടത്തിൽ അവിടുത്തെ മേശയുമുണ്ട്. പിന്നെ അടുത്ത വാടക വീട്ടിലേക്ക് മാറിയപ്പോഴും തൽക്കാലം ഉപയോഗിക്കാൻ കൊള്ളുന്ന ഫൈബറിന്റെ ചെറിയൊരു ടേബിളാണ് വാങ്ങിയത്. അതുകൊണ്ട് കൂടിയാണ് സന്ധ്യയും ഷാജിയും ടേബിൾ തന്നെ വാങ്ങാൻ ഉദ്ദേശിച്ചത്. അവിടെ നേരെ ഹർഷന്റെ പുതിയ വീട്ടിലേക്ക് തന്നെയാണ് അവർ പോയത്. അവരുടെ ബൈക്കിന് പിറകിലായി ടേബിൾ കൊണ്ടുവരുന്ന വണ്ടിയും. ഉമ്മറത്തിണ്ണയിലിരിക്കായിരുന്ന ഹർഷനും രാധികയും ശ്യാമും ഷാജിയും സന്ധ്യയും വരുന്ന കണ്ടതും ഒരു പുൻസിരിയോടെ എണീറ്റു. എന്നാൽ പിന്നാലെ വരുന്ന വണ്ടി കണ്ടപ്പോൾ അവർ സംശയത്തോടെ പരസ്പരം നോക്കി. ബൈക്ക് ഒതുക്കി സന്ധ്യയും ഷാജിയും ഇറങ്ങി. ഷാജി അപ്പോൾ തന്നെ ടേബിൾ കൊണ്ടുവന്ന വണ്ടിക്കടുത്തേക്ക് നടന്നു ചെന്നു. വണ്ടിയിലെ ടേബിൾ കണ്ടതും 3 പേര് അമ്പരപ്പോടെ അടുത്തേക്ക് വരുന്ന സന്ധ്യയെ നോക്കി. സന്ധ്യ, ഇതെവിടേക്കാ? രാധിക പകപ്പോടെ തന്നെ ടേബിൾ ചൂണ്ടിക്കൊണ്ട് ചോദിച്ചു. അത് ശരി, ഇവിടെയല്ലേ നാളെ ഹൗസ് വാമിങ്, ഇവിടേക്കല്ല വേറെ എവിടേക്കാ? സന്ധ്യ ഒരു ചിരിയോടെ പറഞ്ഞു. ആന്റി, ഇതെന്തിനാ ഇപ്പൊ ടേബിളൊക്കെ വാങ്ങിയത്? എന്നോടൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ സമ്മതിക്കില്ലായിരുന്നു, വെറുതെ പൈസ കളയാം. ഹർഷൻ കുറ്റപ്പെടുത്തലോടെ പറഞ്ഞു. എന്റെ ഹർഷ, ഇത് ഞങ്ങളുടെ ഒരു സന്തോഷത്തിനാ. അത് വാങ്ങിയെടുക്കാനുള്ള പൈസയും ഞങ്ങളുടെ കയ്യിലുണ്ട്. പൈസ ചെലവാക്കാനല്ല പിന്നെന്തിനാടോ? ഷാജി അടുത്തേക്ക് വന്നോണ്ട് പറഞ്ഞു. ഹർഷനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന മട്ടിൽ രണ്ടുപേരെയും നോക്കി തലവെട്ടിച്ചു. ഹാ, ഇവിടെ നോക്കിക്കാ രണ്ടാളും കൂടെ ഒന്ന് ഇറക്കാമെന്നേ. ഷാജി ഹർഷനെയും ശ്യാമിനെയും നോക്കിക്കൊണ്ട് വണ്ടിക്കടുത്തേക്ക് നടന്നു. കൂടെ സന്ധ്യയും രാധികയും. രാധികക്ക് അപ്പോഴും അമ്പരപ്പ് മാറിയിരുന്നില്ല. 3 പേരും കൂടെ ഡ്രൈവറും ചേർന്ന് ആ ടേബിളും ചെയറുകളും വണ്ടിയിൽ നിന്ന് പിടിച്ചിറക്കി. പിന്നെ അവർ 4 പേര് ചേർന്ന് തന്നെ അത് വീടിനകത്തേക്കും വെച്ചു. സന്ധ്യയും രാധികയും ബാക്കിയുള്ള ചെയറുകൾ എടുത്തുകൊണ്ട് വന്നു. എന്നാൽ എന്റെ സന്ധ്യ, ഇത്ര വില കൂടിയൊന്നും വേണ്ടിയിരുന്നില്ല. ഷാജിക്ക് ഒരു ബോധമല്ല, നിനക്കേലും വേണ്ടേ? വലിയ വിലയൊന്നില്ലാത്തൊന്ന് വാങ്ങിയാൽ മതിയായിരുന്നു. അതിന് പകരം വെറുതെ കുറെ പൈസ പൊട്ടിച്ചു. ചെയറുകൾ ഓരോന്നായി ഉമ്മറത്തേക്ക് വെക്കുന്നതിനിടെ രാധിക കെറുവോടെ പറഞ്ഞു. ഇതിലിപ്പോ എന്താ ഇത്ര പ്രശ്നം? നിനക്ക് ടേബിൾ ഇഷ്ടപ്പെട്ടില്ലേ? അത് മതി, നല്ല ടേബിളാ. ഇനി ഇതിന്റെ വിലയോർത്ത് ഇയാളങ്ങ് BP കൂട്ടണ്ട. കയ്യിൽ പൈസ ഉള്ളതുകൊണ്ട് വാങ്ങിച്ചു, അത്രേ ഉള്ളൂ. സന്ധ്യ അവിടെ മനസ്സറിയുന്നതുകൊണ്ട് പറഞ്ഞു. ആദ്യത്തെ ടേബിൾ വെച്ച് കഴിഞ്ഞതും ആ ഒരു ഉമ്മറത്തേക്ക് വന്നു. ഡ്രൈവർ യാത്ര പറഞ്ഞ് പോവുകയും ചെയ്തു. എന്നാലും എന്റെ ഷാജി, ഇതിന് ഒരുപാട് പൈസയായില്ലേ? രാധിക അയാളെ കണ്ടത് വീണ്ടും പറഞ്ഞു. താൻ പറഞ്ഞ കാര്യമാക്കാതെയുള്ളവരുടെ ചോദ്യത്തിൽ സന്ധ്യയുടെ ചുണ്ടിൽ ചിരി വിടർന്നു. ഇത് വിട്ടില്ലേ രാധികയെ? താൻ അതും ചിന്തിച്ചിരിക്കാതെ വന്ന ആ ടേബിളും നോക്ക്, എന്നിട്ട് ഞങ്ങളുടെ സെലക്ഷൻ ഇഷ്ടപ്പെട്ടോ എന്ന് പറ. ഷാജി പറഞ്ഞപ്പോൾ രാധിക ഹർഷനെ നോക്കി. അവൻ കണ്ണടച്ച് അമ്മയെ ആശ്വസിപ്പിച്ചു. അവരെല്ലാം ഉമ്മറത്ത് വെച്ച ചെയറുകൾ എടുത്തുകൊണ്ട് അകത്തേക്ക് കയറി ടേബിളിന് ചുറ്റുമായത് കൊണ്ടിട്ടു. ഉള്ളിൽ ഇത്ര വില കൂടിയ ഗിഫ്റ്റ് കിട്ടിയ ഞെട്ടലും അമ്പരപ്പും ഉണ്ടായിരുന്നെങ്കിലും ആരും പിന്നെ അതിനെക്കുറിച്ച് സംസാരിക്കാൻ നിന്നില്ല. ടേബിളും ചെയറുകളും 3 പേർക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അവസാനം വികാരാധീനയായി കണ്ണുകൾ നിറച്ച് നന്ദി കൂടെ പറഞ്ഞു രാധിക. കുറച്ചു കാലത്തെ പരിചയം മാത്രമേ ഈ കുടുംബവുമായിട്ടുള്ളൂ. പക്ഷെ അവർ ചെയ്തെന്ന സഹായങ്ങൾ, നൽകിയ പരിഗണനയും സ്നേഹവും ബന്ധുക്കളിൽ നിന്ന് പോലും കിട്ടിയിട്ടില്ല. ഒരയൽപ്പക്ക വീട്ടിലെ പോലെ തന്നെ അല്ല, പകരം മനസ്സിനോട് അത്രയും അടുപ്പമുള്ളവരായി മാറിയിരിക്കുന്നു ഈ മനുഷ്യർ. സന്ധ്യ രാധികയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആ സന്ദർഭത്തിന് ഒരു അയവ് വരുത്താൻ ശ്രമിച്ചു. അടുത്ത ദിവസം രാവിലെയാണ് ഹർഷന്റെ അങ്കിളും ഫാമിലിയും വന്നത്. ബസ് സ്റ്റാൻഡിൽ നിന്ന് ശ്യാമാണ് അവരെ വിളിക്കാൻ ചെന്ന്. അങ്കിളിനെ കണ്ടത് ശ്യാം ഓടിച്ചെന്ന് അയാളെ കെട്ടിപ്പിടിച്ചു. എത്ര നാളെ ഞങ്ങളെ കണ്ടിട്ട്, ഒരു മാറ്റവും ഇല്ല. ആന്റി, എടാ ചിന്ന കുക്കുപെണ്ണെ, വലിയ ആൾക്കാരായാലും രണ്ടാളും. അതിനുള്ളിലെ എക്സൈറ്റ്മെന്റ് മറച്ചു വെച്ചില്ല. ഈ ചെക്കനൊരു മാറ്റമില്ല. ശ്യാം അങ്കിളിനെ വിട്ട് കുക്കുവിനെ വാരിയെടുത്തുകൊണ്ട് സുമിലേറ്റിയപ്പോൾ ആന്റി പറഞ്ഞു. മതി എന്റെ അക്ക, വീട്ടിൽ ചെന്നിട്ട് സംസാരിക്കാം. എല്ലാവരും ആകെ ക്ഷീണിച്ചിരിക്കുക. അങ്കിള് കൂടെ പറഞ്ഞപ്പോൾ അവൻ പിന്നെ വേഗം വീട്ടിലേക്ക് തിരിച്ചു. വീട്ടിലെത്തിയത് ഒരു മേളമായി. അവിടെ ഒരുപാട് നാളുകൾക്ക് ശേഷമുള്ള കണ്ടുമുട്ടലായതുകൊണ്ട് തന്നെ സംസാരിക്കാനും ഏറെ ഉണ്ടായിരുന്നു. വിശേഷം തിരക്കലും പറയലും ഒക്കെ വർത്തമാനം പറച്ചിൽ തന്നെ. ശ്യാമിന്റെയും രാധികയുടെയും ഹെൽത്തിനെ കുറിച്ചൊക്കെ ഫോണിലൂടെ സംസാരിക്കാറുണ്ടെങ്കിലും അവരെ നേരിൽ ആരോഗ്യത്തോടെ കണ്ടപ്പോഴാണ് രണ്ടുപേർക്കും ബോധ്യമായത്. എന്തായാലും അവർ വന്നതിന് ശേഷമാണ് ഒരാഘോഷം നടക്കുന്ന ഫീൽ എല്ലാവർക്കും തോന്നി തുടങ്ങിയത്. കുട്ടികളുടെ കളികളും ഒച്ചപ്പാടും മുതിർന്നവരുടെ സംസാരങ്ങളും തമാശകളും ആ വീടാകെ മുഴങ്ങിക്കൊണ്ടിരുന്നു. ബന്ധുക്കളിൽ നിന്നും അങ്കിളിനെയും കുടുംബത്തെയും മാത്രമേ ക്ഷണിച്ചിട്ടുള്ളൂ. രാധികയ്ക്ക് വിളിക്കാനായി അടുത്ത ബന്ധുക്കളുമില്ല. മാതാപിതാക്കളൊക്കെ മരണപ്പെട്ടിട്ട് കാലം കുറയായി. പിന്നെ ഒരു സഹോദരനാണുള്ളത്. അയാൾ ഗുജറാത്തിൽ എവിടെയാണോ ജീവിക്കുന്നത്, അവിടെ തന്നെയാണ് അയാളുടെ കുടുംബവും. രാധികയുമായ മക്കളുമായ യാതൊരു ബന്ധവുമില്ല. മാതാപിതാക്കൾ മരിച്ച സമയമാണ് അയാൾ അവസാനമായി കണ്ടത്. അതിനുശേഷം പൂർണ്ണമായും അകന്നു. ഗൃഹപ്രവേശം ചടങ്ങായി നടത്തുന്നുണ്ടെങ്കിലും വലിയൊരു ആഘോഷമാക്കുന്നില്ല. അടുത്ത ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, വീടിനടുത്തുള്ള കുറച്ച് അയൽക്കാർ, കൂടെ ഹർഷന്റെ സ്റ്റേഷനിലെ കുറച്ച് ഉദ്യോഗസ്ഥരും ചേർന്ന് 100 പേരിൽ ഒതുങ്ങുന്ന ചെറിയൊരു ഫംഗ്ഷൻ. ഹർഷൻ നാളത്തെ ഗണപതി ഹോമത്തിന് ആവശ്യമായ സാധനങ്ങളെല്ലാം വാങ്ങാൻ ഇറങ്ങുമ്പോഴാണ് അങ്കിൾ അവന്റെ അടുത്തേക്ക് ചെന്ന്,
നിന്റെ കയ്യിൽ ആവശ്യത്തിനുള്ള പൈസയൊക്കെ ഉണ്ടോ ഹർഷ? അയാൾ അവന്റെ കൂടെ മുറ്റത്തേക്ക് ഇറങ്ങിക്കൊണ്ട് ചോദിച്ചു. പൈസയൊക്കെ ആവശ്യത്തിനുണ്ടെങ്കിലേ, അവൻ ചെറുചിരിയോട് അയാളോട് പറഞ്ഞു. എങ്കിലും ഇത് നിന്റെ കയ്യിലിരിക്കട്ടെ, ഇതേ ഉള്ളൂ അങ്കിളുടെ കയ്യിലിപ്പോ. പറഞ്ഞുകൊണ്ട് തന്നെ ഷർട്ടിന്റെ പോക്കറ്റിൽ വെക്കുന്ന പൊതി കണ്ടപ്പോൾ അവൻ ഞെട്ടലോടെ അയാളെ തടഞ്ഞു. അവൻ പ്രതീക്ഷിക്കാത്ത നീക്കമായിരുന്നത്. എന്റെ അങ്കിളെ എന്താ ഇത്? ഇതൊന്നും വേണ്ട, എന്റെ ആവശ്യത്തിന് പൈസയുണ്ട്, അങ്കിൾ ഇത് കയ്യിൽ വെച്ചേ. തന്റെ പോക്കറ്റിൽ നിർബന്ധപൂർവ്വം വെച്ച പൊതിയെടുത്ത് അവൻ അയാൾക്ക് തന്നെ കൊടുക്കാൻ ശ്രമിച്ചു. ഇത് ഞങ്ങളുടെ ഒരു സമ്മാനാടോ, വേറെ ഗിഫ്റ്റ് ഒന്നും ഞാൻ വാങ്ങിക്കാൻ നിന്നില്ല. പൈസക്കല്ലേ കൂടുതൽ ആവശ്യം, നീ ഇതങ്ങ് എടുത്തു വെച്ചേ. ഒരുപാട് ആവശ്യങ്ങളുണ്ടാവും, കുറച്ച് കയ്യിൽ വെക്കുന്നത് നല്ലതാ. അയാൾ തന്റെ കയ്യിലേക്ക് തിരികെ നൽകാൻ ശ്രമിക്കുന്നവനെ തടഞ്ഞുകൊണ്ട് ആ പൊതി വീണ്ടും അവന്റെ പോക്കറ്റിലേക്ക് തന്നെ വെച്ചു. അവൻ വ്യസനത്തോടെ അയാളെ നോക്കി. ഹർഷൻ അറിയാവുന്നതാണ് അങ്കിളിന്റെ സാമ്പത്തിക സ്ഥിതി. ആയ കാലത്ത് പല ബിസിനസ്സും ചെയ്തു ഉള്ള സ്വത്തും പണമൊക്കെ നാനാവിധമാക്കിയെന്നല്ലാതെ യാതൊരു ഗുണവും ഉണ്ടായില്ല. ഈ പണം എവിടെന്നെങ്കിലും കടം വാങ്ങിയതാവുമെന്ന് അവന് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെയാണ് അവനത് സ്വീകരിക്കാൻ മടി. ഏട്ടൻ മരിച്ചപ്പോ പോലും എനിക്ക് നിന്നെയോ വാവയോ വേണ്ട പോലെ ശ്രദ്ധിക്കാനോ ആവശ്യങ്ങളോ ആഗ്രഹങ്ങളോ ഒന്നും നടത്തി തരാനും കഴിഞ്ഞില്ല. കടത്തിമ്മേ കടായിട്ട് പൊറുതിമുട്ടിപ്പോയി. ആ അവസ്ഥയൊന്നും ഇപ്പൊ ഇല്ലല്ലോടാ. നീ ഇതുകൊണ്ട് വിഷമമൊന്നും കരുതണ്ട. ഹർഷന്റെ മനസ്സ് വായിച്ചെന്ന പോലെ അയാൾ പറഞ്ഞു. ഹർഷൻ അയാളുടെ കയ്യിൽ മുറുകെ പിടിച്ചു. പലപ്പോഴും അങ്കിളുടെ കൂടെ ഇരിക്കുമ്പോൾ അച്ഛൻ കൂടെയുള്ള പോലൊരു തോന്നലാണ്. അച്ഛനെ പകർത്തി വെച്ചതുപോലെ രൂപം, ശബ്ദവും പ്രകൃതവും എല്ലാം അങ്ങനെ തന്നെ. വായു, നമുക്ക് ഒരുമിച്ച് പോയി വേണ്ടൊക്കെ വാങ്ങാം, അങ്കിൾ അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. എന്നിട്ട് അവനുമായി മുന്നോട്ട് നടന്നു. വൈകുന്നേരം എല്ലാവരും ഒരുമിച്ച് പുതിയ വീട്ടിലേക്ക് പോയി. നല്ല വൃത്തിയിൽ ഭംഗിയിൽ ഒരുങ്ങിക്കഴിഞ്ഞിരുന്നു വീട്. കണ്ടപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്തു. വീട് മുഴുവൻ ചുറ്റിക്കാണുകയും അടുത്തുള്ള 1-2 പേരോട് സംസാരിക്കുകയും ചെയ്ത് തിരിച്ചു പോകും മുമ്പ് അവരൊക്കെ വേണിയുടെ വീട്ടിലും കയറി. വേണി അമലും ക്ലാസ് കഴിഞ്ഞ് വന്നിട്ടില്ലായിരുന്നു. ഷാജിയെയും സന്ധ്യയും കണ്ട് സംസാരിച്ച് അങ്കിളിനും ആന്റിക്കും തിരിച്ചും പരിചയപ്പെടുത്തിയ ശേഷമാണ് അവർ തിരികെ പോയത്. വീട്ടിൽ തിരികെ എത്തിയെങ്കിലും ഹർഷന്റെ ജോലി കഴിഞ്ഞിരുന്നില്ല. നാളേക്കുള്ള പച്ചക്കറികളും പലവ്യഞ്ജനങ്ങളും വാങ്ങിക്കാനുണ്ട്. അതെല്ലാം നേരത്തെ തന്നെ ഷാജി പരിചയമുള്ളൊരു കടയിൽ വിലയും അളവും നോക്കി പറഞ്ഞേൽപ്പിച്ചിരുന്നു. അതുകൊണ്ട് അതൊന്ന് കൊണ്ടുവരേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. ഷാജി ഹർഷനും ചേർന്ന് പോയാണ് അതെല്ലാം വാങ്ങിക്കൊണ്ടുവന്ന്. ബാക്കി സ്വീറ്റ്സ് ഒക്കെ നേരത്തെ വാങ്ങി വെച്ചിരുന്നു. പാല് തിളച്ചു പൊങ്ങി പുറത്തേക്ക് ഒഴുകിയതും രാധിക സന്തോഷത്തോടെ മക്കളെ നോക്കി. അവരുടെ ഇരുവശത്തുമായി നിൽക്കുകയാണ് ഹർഷനും ശ്യാമും കൂടെ അമലും ചെറിയൊരു ഒച്ചപ്പാടോടെ കൈകൊട്ടി സന്തോഷം പ്രകടിപ്പിച്ചപ്പോൾ ഹർഷൻ ഒരു ഇളം ചിരിയോടെ അമ്മയെ ചേർത്ത് പിടിച്ചു. അടുത്ത് തന്നെ അങ്കിളും കുടുംബവും സന്ധ്യയും വേണിയും മീനും ചേർത്തിയൊക്കെയുണ്ട്. ആ ചടങ്ങ് കഴിഞ്ഞതും ഓരോരുത്തരെ അടുക്കളയിൽ നിന്ന് ഇറങ്ങി വന്നു. രാധിക ഓരോരുത്തർക്കും പാല് ചൂടോടെ തന്നെ ചെറു ഗ്ലാസ്സിൽ കുടിക്കാനായി കൊടുത്തു. അടുത്തപടിയായി രാധികയും ഹർഷന്റെ ആന്റിയും ചേർന്ന് കുറച്ച് പ്ലേറ്റുകളിൽ മധുരപലഹാരങ്ങൾ വിളമ്പി എല്ലാവർക്കും കഴിക്കാനായി നൽകി. പുറത്തിരിക്കായിരുന്ന ഷാജിക്കും വെപ്പുകാർക്കും എല്ലാം നൽകി. പിന്നെ എല്ലാവരും പന്തലിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഉപ്മാവും പഴവുമായിരുന്നു കഴിക്കാറ്. ഭക്ഷണമെല്ലാം കഴിച്ചു കഴിഞ്ഞതും ക്ഷണിച്ചവരിൽ ഓരോരുത്തരായി വന്നു തുടങ്ങി. ഉച്ചയായപ്പോഴേക്കും ഒട്ടുമിക്കവരും വന്നിരുന്നു. ഇളം പിങ്ക് കളർ സൽവാറാണ് വേണി ഇട്ടിരിക്കുന്നത്. ചെറിയ രീതിയിൽ മേക്കപ്പ് എല്ലാം ചെയ്ത് ഒരുങ്ങി സുന്ദരിയായിട്ടുണ്ട്. അമ്മയുടെയും ബേബി ചേർത്തിയുടെയും കൂടെ കഴിക്കാൻ അവളും പന്തലിലേക്ക് ഇരുന്നു. എല്ലാ വിഭവങ്ങളും ഒത്തുചേർന്ന ഒരു ഉഗ്രൻ സദ്യ. കഴിക്കുന്നതിനിടയിൽ ഓരോ വിഭവങ്ങൾ വിളമ്പിക്കൊണ്ട് അമലും ശ്യാമും എല്ലാം വന്നു. അവളുടെ ഇലയിൽ കുറച്ചധികം വിളമ്പിക്കൊണ്ടാണ് രണ്ടുപേരും കടന്നുപോയത്. ഇടയ്ക്കെപ്പോഴും ഹർഷനും മുന്നിലൂടെ പാസ് ചെയ്തു. അവൻ കടന്നുപോയപ്പോൾ അവളൊന്ന് എത്തി നോക്കുകയും ചെയ്തു. സദ്യയെല്ലാം കഴിഞ്ഞ് വേണി മുകളിൽ ബാൽക്കണിയിൽ അടുത്ത വീടുകളിലെ കുട്ടികളുടെ കൂടെ ഇരിക്കുകയാണ്. അവളുടെ പ്രായത്തിൽ ആരും ഇല്ലാത്തതുകൊണ്ട് വേണി കുറെ നേരൊക്കെ സന്ധ്യയുടെ പിന്നാലെയാണ് നടന്ന്. പിന്നെ ഊണഴിഞ്ഞാണ് കുട്ടികളുടെ കൂടെ മുകളിലേക്ക് പോകുന്നത്. കുട്ടികൾ അവരുടെ കളികളിൽ ഏർപ്പെട്ടപ്പോൾ വേണി ബാൽക്കണിയിൽ നിന്ന് താഴേക്ക് നോക്കി. അവിടെ ഹർഷൻ ആരുമായോ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന കണ്ടു. അവളുടെ കണ്ണുകൾ പിന്നെ ഇവിടേക്കും ചലിക്കാതെ അവരിൽ മാത്രമായി ഒഴുകി ഒഴുകി നടന്നു. ബ്ലൂ കളർ ഷർട്ടും കസവും മുണ്ടുമാണ് ഇന്നവന്റെ വേഷം. അതിൽ എന്നത്തേക്കാളും ഭംഗിയുമുണ്ട്. തിരിഞ്ഞേൽക്കുന്നതുകൊണ്ട് മുഖം കാണുന്നില്ല. അവന്റെ ഇടം കൈയിൽ തൂങ്ങി അങ്കിളുടെ ഇളയ കുട്ടി കുക്കുവുമുണ്ട്. രാവിലെ അവരെ കണ്ടപ്പോൾ അവൻ ആ കുട്ടികളുമായി ഇടപഴകുന്ന കണ്ടപ്പോൾ അത്ഭുതം തോന്നിയിരുന്നു. അത്രയും ചെറിയ കസിൻസ്, 10-3 വയസ്സേ ഉള്ളൂ അവർക്ക്. അവരോട് സൗമ്യതയോടെ കൊഞ്ചിച്ചുകൊണ്ടും അവൻ ഇടപഴകുന്ന കാണുമ്പോൾ അത്ഭുതം തോന്നാതിരിക്കുമോ? കൂടെയുള്ളയാൾ യാത്ര പറഞ്ഞു പോയതും അവൻ തിരിഞ്ഞു. പിന്നെ കയ്യിൽ തൂങ്ങിക്കളിക്കുന്ന കുറുമ്പിയെ കൈകളിലെടുത്ത് ഒക്കത്തേക്ക് വെച്ചു. അവൾക്ക് എന്തോ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കവിളിൽ വാത്സല്യത്തോടെ ഉമ്മ വെച്ചുകൊണ്ട് മുന്നോട്ടേക്ക് നടന്നു വരുന്നവനെ കണ്ടപ്പോൾ വേണിക്ക് അടിവയറ്റിൽ മഞ്ഞ് വീഴുന്ന പോലെയും ചുറ്റും പൂക്കൾ വിടരുന്നതായും പൂമ്പാറ്റകൾ പറക്കുന്നതായും അനുഭവപ്പെട്ടു. മനസ്സ് അവന് ചുറ്റുമായി പാറി പറക്കുന്ന പോലെ. അവൾക്ക് അവനിൽ നിന്ന് കണ്ണുകളെടുക്കാനേ കഴിഞ്ഞില്ല. മുന്നിൽ അവനെ മാത്രമേ കാണുന്നുള്ളൂ. അവനോട് ആരോടും തോന്നാത്തൊരു ഇഷ്ടം തോന്നുന്നു. വേണി വർദ്ധിക്കുന്ന ഹൃദയമിടിപ്പോടെ ബാൽക്കണിയിലെ തൂണിൽ മുറുകെ പിടിച്ചു. തനിക്ക് ഹർഷൻ ചേട്ടനോട് പ്രേമമാണോ? ആണോ? അവൾ സ്വയം ചോദിച്ചു.
അതെ, എനിക്ക് ഹർഷൻ ചേട്ടനോട് പ്രേമം തന്നെയാണ്. ഈ ഇഷ്ടം, ഇത് പ്രണയം തന്നെയാണ്. അവൾ ശക്തമായ ഒരു തിരിച്ചറിവോടെ കണ്ണുകൾ മുറുക്കി അടച്ചു തുറന്നു. മുന്നിൽ കാണുന്നവനെ നോക്കും തോറും തുടിക്കുന്ന മനസ്സിനെ അവൾ പൂർണ്ണമായും അറിഞ്ഞു കഴിഞ്ഞു. ഹർഷന്റെ ബുള്ളറ്റിന്റെ ശബ്ദം കേട്ടതും വേണി ലിവിംഗ് റൂമിലെ ജനലിലൂടെ പുറത്തേക്ക് എത്തി നോക്കി. അവൻ സ്റ്റേഷനിലേക്ക് പോവുകയാണ്. യൂണിഫോമാണ് വേഷം. വേണി അവൻ പോയി കഴിയുന്നവരെയും അവൾ നോക്കി നിന്നു. കഴിഞ്ഞ 4-5 ദിവസമായുള്ള ശീലമാണ്. ഏതെങ്കിലും ബുള്ളറ്റിന്റെ ശബ്ദം കേൾക്കുമ്പോഴേക്കും ഉമ്മറത്തേക്ക് ഓടുന്നു, ജനൽ വഴി പാളി നോക്കുന്നു. വേണി ചുണ്ടിൻ കോണിൽ വിരിഞ്ഞ പുഞ്ചിരിയോടെ തന്നെ റൂമിലേക്ക് പോന്നു. ബെഡിലേക്ക് മലർന്നു വീണു. അവളൊരു പൂത്തുമ്പിയെ പോലെ ചിറകുകൾ വിടർത്തി പറക്കുകയാണ് പുതിയ ആകാശം തേടി. ഡാ, എനിക്കില്ലേ ഒരു കാര്യം പറയാനുണ്ട്. വേണി ഐസ്ക്രീം സ്പൂൺ വെച്ച് കോരി കഴിക്കുന്നവളുടെ ചുമലിൽ നഖം കൊണ്ട് ചുരണ്ടിക്കൊണ്ട് പറഞ്ഞു. ആ പറഞ്ഞു, എന്താടി ഒരു സ്റ്റാർട്ടിംഗ് ട്രബിള്? അഞ്ജന കഴിക്കുന്നതിനിടയിൽ അവളെ മുഖം ചരിച്ച് നോക്കി. വേണി അപ്പോഴും പറയണോ വേണ്ടെന്നൊരു കൺഫ്യൂഷനോടെ മടിപിടിച്ച് നിന്നു. ആ പറവിന് എന്താ കാര്യം? അഞ്ജന അവളെ നിർബന്ധിച്ചു. അതില്ലേ എടാ, നീ എന്ന് പറഞ്ഞില്ലേ എനിക്ക് ഹർഷൻ ചേട്ടനോട് എന്തോ ഉണ്ടെന്ന്? അത് ശരിയാണെന്ന് തോന്നടാ. വേണി നിർത്തി പറഞ്ഞുകൊണ്ട് അഞ്ജനയെ പാളി നോക്കി. ഓ, ഇതാണോ കാര്യം? ഇത് പറയാനാണോ എന്റെ മോൾ ഇത്ര കഷ്ടപ്പെട്ട്? അഞ്ജന പുച്ഛത്തോടെ അവളെ നോക്കി. പിന്നെ പറഞ്ഞു, അതെനിക്ക് എന്നേ മനസ്സിലായതാണല്ലോ. എന്തായാലും മോൾക്ക് അത് ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ. താൻ പ്രതീക്ഷിച്ച പ്രതികരണം ഇല്ലാത്തതുകൊണ്ട് തന്നെ വേണി ചമ്മലോട് അവൾ നോക്കി ചിരിച്ചു. എന്നിട്ട് എങ്ങനെയാ എന്റെ മോൾക്ക് ഇത് കത്തിയത്? അവളോട് പറയുന്നില്ലേ? അഞ്ജന അവളുടെ ചമ്മലും നാണവും ആസ്വദിച്ചുകൊണ്ട് ചോദിച്ചു. പക്ഷേ വേണിയുടെ പുഞ്ചിരി ആ ചോദ്യത്തിൽ പതിയെ മാഞ്ഞു. ഞാനിത് പറയണോ? എങ്ങനെയാ പറയാ? അത് ശരിയാവോ? പിന്നെ പറയാതെ എന്താ ശരിയാവാത്ത? എന്തായാലും പറയണം. നിന്റെ മനസ്സിൽ എന്താണെന്ന് എനിക്ക് മനസ്സിലായി. അത് കരുതി നീ ഇത് ഉള്ളിൽ വെച്ചിരിക്കേണ്ട ഒരു കാര്യവുമില്ല. ഡിവോഴ്സ് ആയ ഒരാൾക്ക് ഇനി ഒരാൾ സ്നേഹിക്കാൻ പാടില്ലെന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ എന്തായാലും പറയണം. എപ്പോഴെങ്കിലും ഒരു അവസരം കിട്ടുമ്പോൾ ആളോട് നേരിട്ട് പറയണം. അഞ്ജന അവൾക്ക് ധൈര്യം നൽകി. പക്ഷേടാ, ചിലപ്പോൾ ഹർഷൻ ചേട്ടനോട് ഇഷ്ടം തോന്നിയില്ലെങ്കിലോ? റിജക്റ്റ് ചെയ്താലോ? അപ്പോഴോ? നഖം കടിച്ചുകൊണ്ട് ആവലാതിയുടെ വീണ്ടും ചോദ്യം ഉന്നയിക്കുന്നവളെ അഞ്ജന ഏറെ ഇഷ്ടത്തോടെ നോക്കി. അങ്ങനെ സംഭവിച്ച പോട്ടെ പുല്ലെന്ന് പറഞ്ഞ് പോരണം. നമുക്ക് ഇഷ്ടമുള്ള ആൾക്ക് തിരിച്ചു ഇഷ്ടമുണ്ടാവണമെന്നില്ലല്ലോ. ചിലപ്പോൾ റിജക്റ്റ് ചെയ്തൊന്നും വരാം. തിരിച്ച് സ്നേഹിക്കണമെന്ന് വാശി പിടിക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് എന്ത് മറുപടിയും പ്രതീക്ഷിച്ചുകൊണ്ടായിരിക്കണം ആരെയും സ്നേഹിക്കേണ്ടത്. പിന്നെ ഒരുപാട് സങ്കടപ്പെടുന്നതിലും നല്ലത് അതാണ്. ചുരുക്കത്തിൽ ഹർഷൻ ചേട്ടൻ റിജക്റ്റ് ചെയ്താൽ അത് ആക്സെപ്റ്റ് ചെയ്യാൻ നിനക്ക് കഴിയണമെന്ന്. ജീവിതം അവിടെ അവസാനിക്കുന്നില്ലെന്നും പ്രണയം മാത്രമുള്ള ജീവിതമെന്നും എപ്പോഴും ഓർമ്മയിൽ ഉണ്ടാവണം. വിരൽ തുമ്പ് വായിൽ നിന്ന് തട്ടിമാറ്റിക്കൊണ്ട് പറയുന്നവളെ വേണി പുൻസിരിയോടെ കേട്ടു. വൈകുന്നേരം ഹോട്ടലിലേക്കുള്ള പൊരിക്കടികൾ ഉണ്ടാക്കിയാണ് സന്ധ്യയും മീനും ചേർത്തിയും. വർത്തമാനം പറഞ്ഞുകൊണ്ട് രാധികയും ഹർഷന്റെ ആന്റി നിഷയും ഉണ്ട്. നിഷയും കുടുംബം ഒരാഴ്ച കഴിഞ്ഞ് തിരിച്ച് നാട്ടിലേക്ക് പോകുന്നുള്ളൂ. രാധികയുടെ കൂടെ വൈകുന്നേരം നിഷയും പോകുന്നു വേണിയുടെ വീട്ടിലേക്ക്. അന്ന് രാധിക പരിചയപ്പെടുത്തിയത് മുതലേ സന്ധ്യ വലിയ കാര്യമാണ് നിഷക്ക്. രാധിക, ഇനിയിപ്പോ ഹർഷനെ പെണ്ണ് നോക്കുന്നില്ലേ? വീടൊക്കെ ആയ സ്ഥിതിക്ക് ഇനി കല്യാണം വൈകിക്കണ്ടല്ലോ. മീനമ്മ ചേർത്തിയാണ് ആ വർത്തമാനം തുടങ്ങി വെച്ച്. ഞാനും ഏടത്തിയോട് പറയണമെന്ന് കരുതിയ വിട്ടുപോയി. ചെക്കന് 30 ഇനിയിപ്പോ വൈകിക്കണോ? മാട്രിമോണിയിൽ ഒരു പ്രൊഫൈൽ ഇടാം. നിഷയെ ഏറ്റുപിടിച്ചു. സന്ധ്യയും രാധിക അവരെ നോക്കി. ഓ, അതിനവന് തോന്നന്റെ കല്യാണം കഴിക്കണം എന്നൊക്കെ ഞാൻ നിർബന്ധിച്ച് കഴിപ്പിക്കേണ്ടതല്ലോ. രാധിക അലസതയോടെ പറഞ്ഞു. എന്റെ ഏടത്തി എന്തിനാ നിർബന്ധിക്കുന്നത്? അവനോട് പറയാലോ. നമ്മൾ ആരെങ്കിലും പറയട്ടെ എന്ന് കരുതിയിരിക്കാവനെങ്കിലോ. അതുകൊണ്ട് ഏടത്തി എന്തായാലും അവനോട് സംസാരിക്കണം. അല്ല, ചെക്കനിനി വേറെ പ്രേമൊന്നുമില്ലല്ലോ? പെട്ടെന്ന് ഓർമ്മ വന്ന പോലെ നിഷ ചോദിച്ചു. പ്രേമൊന്നുമില്ല. ഉണ്ടെങ്കിൽ അവൻ പറയേണ്ടതാ. അവനിനി പറഞ്ഞില്ലേ തന്നെ വാവയത് മണത്തറി. എന്നാലും പ്രേമല്ല, അതെനിക്ക് ഉറപ്പാ. ഞാൻ എന്തായാലും അവനോട് ഈ കാര്യം ഒഴിപോലെ സംസാരിക്കാം. നിഷ പറയുന്നതിലെ ശരികൾ ഓർത്തുകൊണ്ട് രാധിക ആലോചനയോടെ പറഞ്ഞു. സന്ധ്യ കേട്ടു നിന്നുവല്ലാതെ ഒന്നും പറയാൻ നിന്നില്ല. അവരുടെ മനസ്സിൽ കഴിഞ്ഞ ദിവസം അമൽ വെറുതെയെങ്കിലും പറഞ്ഞ് കിടപ്പുണ്ടായിരുന്നു. അതെ, ഹർഷന്റെ കല്യാണം ഉടനെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് കേട്ടോ. സന്ധ്യ കിച്ചണിൽ നിന്നും 2 കൈകളിൽ ഓരോ കറികളടങ്ങിയ പാത്രങ്ങളുമായി ഹാളിലേക്ക് വന്നുകൊണ്ടാണ് അത് പറഞ്ഞത്. അഞ്ജനയോട് മനസ്സോർന്നതിന്റെയും അവൾ നൽകിയ സപ്പോർട്ടിന്റെയും ആശ്വാസത്തിലും സന്തോഷത്തിലുമായിരുന്നവൾ പകപ്പോടെ അമ്മയെ നോക്കി. ഇന്ന് വൈകുന്നേരം ഹർഷന്റെ കല്യാണക്കാരൻ തന്നെയായിരുന്നു വിഷയം. സന്ധ്യ പാത്രങ്ങൾ ടേബിളിലേക്ക് വെച്ച് ചെയറിലേക്ക് ഇരുന്നു. തന്നെ ഉറ്റുനോക്കുന്ന ഭർത്താവിനോടും മക്കളോടുമായി വൈകുന്നേരത്തെ സംസാരം മുഴുവൻ വിശദീകരിച്ചു സന്ധ്യ. അമ്മ പറയുന്ന കേട്ടതോടെ വേണിയുടെ അത്രയും നേരം ഉണ്ടായിരുന്ന ഉത്സാഹവും സന്തോഷവുമെല്ലാം അണഞ്ഞുപോയി. അവൾ എങ്ങനെയൊക്കെയോ വിളമ്പിയ ആഹാരം കഴിച്ചു തീർത്തു. രാത്രി ഉറക്കമില്ലാതെ തിരിഞ്ഞു മറിഞ്ഞും കിടന്നവൾ നെഞ്ചിലൊരു ഭാരം നിറഞ്ഞ പോലെ, സഹിക്കാൻ കഴിയാത്തൊരു സങ്കടം തൊണ്ടയിൽ വന്ന് മുറുകും പോലെ. മൂകമായിരിക്കുന്നവളെ അഞ്ജന ഇടയ്ക്കിടെ ശ്രദ്ധിച്ചു. രാവിലെ പതിവില്ലാതെ ലേറ്റായി ഫസ്റ്റ് പീരീഡ് തുടങ്ങിക്കഴിഞ്ഞാണ് വേണി ക്ലാസ്സിലേക്ക് കയറി വരുന്നത്. വന്നപ്പോൾ മുതലേ മുഖമാകെ എന്തോ വിഷമമുള്ള പോലെ.
ഇന്നലെ നല്ല സന്തോഷത്തിൽ പോയ ആളാണ്. ഇത് എന്തു പറ്റിയോ എന്തോ. അഞ്ജന ചിന്തിക്കാതിരുന്നില്ല. മധുസാറിന്റെ ക്ലാസ് ആയതുകൊണ്ട് അഞ്ജന അവളോട് കാര്യം അന്വേഷിക്കാൻ നിന്നില്ല. അയാൾ ചിലപ്പോൾ സെം മുഴുവൻ ക്ലാസ്സിന് വെളിയിൽ നിർത്തും. ആ പീരീഡ് അവസാനിച്ചതും അഞ്ജന അവൾക്ക് നേരെ തിരിഞ്ഞു. എന്താ പറ്റിയടി നിനക്ക്? വന്ന മുതൽ ആകെ സങ്കടാണല്ലോ. ഇന്നലെ ഉറങ്ങിയില്ലേ നീ? കണ്ണൊക്കെ ചുവന്ന് ചീർത്ത്. അഞ്ജന ചോദിച്ചപ്പോഴേക്കും വേണിയുടെ കണ്ണുകൾ രണ്ടും നിറഞ്ഞു തൂവി. അയ്യോ വേണി, എന്താടാ, എന്തിനാ കരയുന്നേ? അഞ്ജന ആവലാതിയോട് അവളെ ചേർത്ത് പിടിച്ചു. മറ്റാരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ എന്നൂടെ ശ്രദ്ധിച്ചു അവൾ. ഡാ, ഹർഷൻ ചേട്ടന്റെ കല്യാണം ഉണ്ടാവും ഉടനെ, വേണി തേങ്ങലോടെ പറഞ്ഞൊപ്പിച്ചു. അന്താ പെട്ടെന്ന് ഉറപ്പിച്ചോ? അഞ്ജനക്കും ഞെട്ടലായി. രാധിക ആന്റി ഹർഷൻ ചേട്ടന്റെ ആന്റി കൂടെ ഹർഷൻ ചേട്ടൻ പ്രപ്പോസൽ നോക്കാൻ തുടങ്ങി. മാട്രിമോണിയിൽ രജിസ്റ്റർ ചെയ്യാൻ പോവാവര്. വേണി സങ്കടത്തോടെ പറഞ്ഞപ്പോൾ അഞ്ജന തലയിൽ കൈവച്ചു പോയി. ഈ പെണ്ണ് എന്റെ മോളെ, അതിനാണ് നീ കിടന്ന് മോങ്ങുന്നത്. എടാ, ഹർഷൻ ചേട്ടന് കല്യാണം കഴിക്കാനുള്ള പ്രായക്കായില്ലേ? അപ്പൊ പിന്നെ അവര് കല്യാണം നോക്കാതിരിക്കോ? അതും ഒരു എസ്. പിന്നെ ഇപ്പോഴാണെങ്കിൽ അവർക്ക് വീടുമായി. അപ്പൊ പിന്നെ അവർ അടങ്ങിയിരിക്കോ? കല്യാണാലോചന നോക്കി തുടങ്ങുന്നത് സ്വാഭാവികമല്ലേ? അതിന് നീ ഇങ്ങനെ കരഞ്ഞും പിഴിഞ്ഞിരുന്നിട്ട് കാര്യമില്ല ബുദ്ധൂസേ. എത്രയും പെട്ടെന്ന് ഹർഷൻ ചേട്ടനോട് നീ നിന്റെ ഇഷ്ടം പറ. അതാണിപ്പോ വേണ്ടത്. ഏതായാലും ആലോചന തുടങ്ങിയല്ലേ ഉള്ളൂ. എന്തെങ്കിലും ഒന്ന് ഉറക്കണമെങ്കിൽ കുറച്ച് കാലം പിടിക്കും. ആ സമയം കൊണ്ട് നീ അങ്ങനെ വളക്കാൻ നോക്ക്. അഞ്ജന പറഞ്ഞപ്പോൾ വേണി കണ്ണൊക്കെ തുടച്ച പ്രതീക്ഷയോടെ അവളെ നോക്കി. ഇതൊക്കെ നടക്കുവോ? എനിക്ക് വളക്കാനൊന്നും അറിയില്ല. വേണി അപ്പോഴും സംശയത്തോടെ പറഞ്ഞു. ആദ്യം നീ നെഗറ്റീവ് പറയുന്നത് നിർത്ത്. എന്നിട്ട് സമയവും സന്ദർഭത്തിനുമ്പോ പ്രപ്പോസ് ചെയ്യും. അപ്പൊ എന്താളുടെ ആറ്റിറ്റ്യൂഡ് നോക്കാം. അത് കഴിഞ്ഞ ശേഷം എന്ത് ചെയ്യണം തീരുമാനിക്കാം. അഞ്ജന പറഞ്ഞുകൊണ്ട് അവളെ നോക്കി. വേണിയൊന്ന് മൂളിക്കൊണ്ട് സമ്മതത്തോടെ തലയാട്ടി. ഉച്ചയ്ക്ക് കഴിക്കാൻ ഹർഷൻ വന്നിരുന്നു. ഹർഷനും അങ്കിളും ആന്റിയും കഴിച്ചു തുടങ്ങിയപ്പോൾ രാധിക ഒരു പ്ലേറ്റിൽ കുറച്ച് ആഹാരം വിളമ്പി അവരുടെ കൂടെ തന്നെ ഇരുന്നു. കുട്ടികൾക്ക് വാരി കൊടുത്തു. ശ്യാം ക്ലാസ്സിന് പോയതാണ്. ആരോഗ്യം വീണ്ടെടുത്ത സമയം തന്നെ അവൻ കോച്ചിങ്ങിന് പോയി തുടങ്ങിയതാണ്. ആന്റിയും അങ്കിളും കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് അവർ ക്ലാസ്സിന് പോകാൻ നല്ല മടിയുണ്ടായിരുന്നു. പിന്നെ ഹർഷനെ പേടിച്ചു പോയതാണ് കക്ഷി. ആന്റി കഴിക്കുന്നതിനിടയിൽ രാധിക നോക്കി കണ്ണു കാണിച്ചു. രാധിക തിരിച്ചു. കുറച്ചു നേരത്തെ കണ്ണുകൾ കൊണ്ടുള്ള ആശയവിനിമയത്തിന് ശേഷം ആന്റി തന്നെ പറയാൻ തയ്യാറായി. മോനെ ഹർഷ, വീടൊക്കെ ആയ സ്ഥിതിക്ക് ഇനി ഒരു കല്യാണത്തിനെ കുറിച്ചൊക്കെ ചിന്തിക്കാൻ കേട്ടോ. ആന്റി ഒരു തുടക്കമിട്ടപ്പോൾ ഹർഷനും അങ്കിളും അവരെ മുഖമുയർത്തി നോക്കി. ഹർഷന്റെ ചുണ്ടിൽ ഒരു ചിരി ഇരച്ചെത്തി ആ പറച്ചിലിൽ. കുറച്ചു ദിവസമായി അവൻ ഇങ്ങനെ ഒരു സംസാരം പ്രതീക്ഷിക്കുന്നു. ആന്റി എന്തായാലും ഈ കാര്യം പറഞ്ഞ് അമ്മയെ ഇളക്കുമെന്ന് അവൻ ഉറപ്പായിരുന്നു. എന്താണ്ടി, നിങ്ങൾ ആരെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടോ? അവൻ ചെറുചിരിയോടെ ചോദിച്ചു. പ്രതീക്ഷിച്ച പോലെ അവന് ദേഷ്യമോ താല്പര്യക്കുറവോ മുഖത്തോ വാക്കുകളിലോ കാണാഞ്ഞപ്പോൾ ആന്റി രാധികയെ നോക്കി ഒന്ന് കണ്ണു കാണിച്ചു. രാധികയൊന്ന് അമ്പരന്നു. അവരും പ്രതീക്ഷിച്ചല്ല ഹർഷന്റെ ഇത്തരമൊരു മറുപടി. ഞങ്ങൾ ഇതുവരെ ആരെയും കണ്ടുവച്ചിട്ടില്ല. ഞങ്ങൾക്കറിയേണ്ട നീ ആരെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടോ എന്നാ. ഭാര്യയുടെ ഭാവങ്ങൾ കാണുമ്പോൾ അങ്കിളിനും ചിരി വന്നുപോയി. ഹർഷൻ കഴിച്ചെണീറ്റുകൊണ്ട് ആന്റിയെ നോക്കി. ആന്റി ആരെങ്കിലും കണ്ടുവെക്കുന്നു കരുതി ഞാനും ആരെയും കണ്ടുവച്ചില്ലെന്നേ. അവൻ പറഞ്ഞുകൊണ്ട് പ്ലേറ്റ് കഴുകാൻ അടുക്കളയിലേക്ക് നടന്നു. ആന്റി മുഖം വീർപ്പിച്ചുകൊണ്ട് മറ്റു രണ്ടുപേരെയും നോക്കി. അവരും ആ സംസാരം കേട്ട് ആസ്വദിക്കുകയാണ്. നീ എന്നെ കളിയാക്കിയൊന്നും വേണ്ട, നിന്റെ പെണ്ണിനെ ഞാൻ തന്നെ കൊണ്ടുതരും. ആന്റി വിളിച്ചു പറയുന്ന കേട്ടുകൊണ്ട് ഹർഷൻ പ്ലേറ്റ് കഴുകാൻ തുടങ്ങി. നിഷ ഭർത്താവിനെയും രാധികയെയും നോക്കി. ഇപ്പൊ എന്തായി? നിങ്ങൾ രണ്ടുപേരല്ലായിരുന്നോ പറഞ്ഞ് ചെക്കനിപ്പോ കല്യാണത്തിന് താല്പര്യം ഉണ്ടാവില്ലെന്ന്? അവനൊരു താല്പര്യക്കുറവില്ല. ഇപ്പൊ പിടിച്ച ചെക്കനെ കൈയോടെ കെട്ടിക്കാം. ഇപ്പൊ തന്നെ കെട്ടിക്കണോ ആന്റി? ഹർഷൻ തിരിച്ചു വന്നോട് ചോദിച്ചു. അതോടെ നിഷ വീണ്ടും അവന് നേരെ തിരിഞ്ഞു. ഇപ്പൊ തന്നെ നീ കെട്ടണ്ട, പക്ഷെ ഇപ്പൊ തന്നെ പെണ്ണ് നോക്കി തുടങ്ങണം. ഗവൺമെന്റ് ജോലിയുണ്ട്, സൗന്ദര്യം ഉണ്ടെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ചെക്കന്മാർക്ക് പെണ്ണ് കിട്ടുന്നില്ലടാ. അതുകൊണ്ട് ഇനിയും വൈകിക്കണ്ട. ദേ, ഞങ്ങൾ ആലോചന തുടങ്ങാം. ഇനി നിന്റെ അഭിപ്രായം ചോദിച്ചില്ലെന്ന് പറയരുത്. ഇപ്പൊ പറ, എന്താ നിന്റെ അഭിപ്രായം? ഹർഷൻ അവർ പറയുന്നെല്ലാം കേട്ടുകൊണ്ട് അമ്മയെ നോക്കി. രാധിക ആകാംക്ഷയോടെ അവനെ നോക്കിയാണ്. എനിക്ക് താല്പര്യക്കുറവൊന്നുമില്ല, നിങ്ങൾ ആലോചിച്ചു തുടങ്ങിക്കോ. അമ്മക്ക് ഇഷ്ടപ്പെട്ട ആളായ മതി. അവൻ പറഞ്ഞപ്പോൾ മൂന്നുപേരും ചിരിയോടെ പരസ്പരം നോക്കി. എന്റെ ഈശ്വര, എത്രയും പെട്ടെന്നൊരു തങ്കം പോലെ കൊച്ചിനെ കാണിച്ചു തരണേ നീ. നിഷ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.